പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെ പരിപൂർണമായി അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാളെ ഇതുവരെ നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് പ്രത്യേകമായി നന്ദി പറയുന്നു. ഞങ്ങളുടെ വലിയ സ്നേഹത്തിൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനെ ഓർത്ത്, ഞങ്ങളുടെ വലിയ സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുപരിപാലിക്കുന്നതിനെ ഓർത്ത് ഈ നിമിഷം അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷം നമുക്ക് പരിപൂർണമായും തമ്പുരാന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ സ്നേഹപൂർവ്വം നന്ദിപൂർവ്വം നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ തിരുവചനം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴങ്ങളിൽ പതിയണമെന്ന കാര്യം സ്നേഹപൂർവ്വം വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. കാരണം ഹൃദയങ്ങൾ ദൈവവചനം നിറയുമ്പോൾ നമ്മിലേക്ക് ദൈവകൃപകൾ ധാരാളമായി കടന്നു വരും. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 10 കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തുമ്പോൾ സംഭവിച്ച ഒരു അത്ഭുതത്തെക്കുറിച്ച് പറയുന്ന ആ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ്. അവൻ്റെ കാലുകളിൽ വീണ് അവൻ നന്ദി പറഞ്ഞു. അവനൊരു സമറിയാക്കാരനായിരുന്നു. 10 കുഷ്ഠരോഗികളെ ഈശോ സൗഖ്യപ്പെടുത്തുകയാണ്. വെറും ഒരു വാക്കുകൊണ്ട് സൗഖ്യപ്പെടുത്തുകയല്ല, അവരോട് മോശയുടെ നിയമം അനുസരിച്ചുള്ള സൗഖ്യത്തിനായിട്ട് പുരോഹിതന്മാരെ കാണിച്ചു കൊടുക്കാനായിട്ട് അവരോട് പോകാനായിട്ട് പറയുകയാണ്. പോകുന്ന വഴിയിൽ സൗഖ്യപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ ഒരുവൻ മാത്രം ഈശോയുടെ അടുത്ത് വന്ന് നന്ദി പറയാനായി തിരിച്ചു വരുന്നു. അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ചാണ് പറഞ്ഞത്. കാലുകളിൽ വീണ്, ഈശോയുടെ കാലുകളിൽ വീണ് നന്ദി പറഞ്ഞു. അവനൊരു സമറിയാക്കാരനായിരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ദൈവകൃപ ലഭിച്ചു കഴിയുമ്പോൾ, ദൈവകൃപ ലഭിച്ചു എന്ന് തിരിച്ചറിവ് ഉണ്ടായി കഴിയുമ്പോൾ തിരികെ വന്ന് തമ്പുരാനോട് നന്ദി പറയുന്ന വലിയൊരു സ്നേഹത്തിൻ്റെ ഭാവം അവിടെ കാണുക. ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവർ പലരും ഈ നന്ദിയുടെ ഭാവം പലപ്പോഴും നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. തമ്പുരാന്റെ സന്നിധിയിൽ നമ്മൾ ഈ അനുദിന ദിവസങ്ങളിലൊക്കെ ധാരാളം നിയോഗങ്ങൾ വയ്ക്കാറുണ്ടല്ലോ, പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ധാരാളം അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടല്ലോ നിയോഗങ്ങൾ വഴിയായിട്ട്. ആ കിട്ടിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഒരിക്കലെങ്കിലും തമ്പുരാന് മുമ്പിൽ നന്ദിയുടെ ഒരു ആരാധനയുമായി ഇരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നന്ദിയുടെ വാക്കുകളുമായിട്ട് തമ്പുരാന്റെ സന്നിധിയിലായിരിക്കാൻ നമുക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. സഹോദരങ്ങൾ, ഈശോ നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ നന്ദിയിലും അവിടുന്ന് പ്രസാദിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് എത്രമാത്രം നന്മകൾ ലഭിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകുന്നേരം നമ്മൾ കിടന്നുറങ്ങുന്നവരുടെ സമയങ്ങളിൽ എത്രയോ പേരുടെ കരുതലിലും കാവലിലും സംരക്ഷണത്തിലുമാണ് നമ്മൾ ജീവിക്കുക. തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ സംരക്ഷണവും കരുതലും കാവലുമൊക്കെ നമ്മൾ സ്വീകരിക്കുമ്പോഴും ഒരിക്കലെങ്കിലും നമ്മൾ നന്ദി പറയാറുണ്ടോ? എത്രയോ നന്മകൾ നമുക്ക് ലഭിച്ചാലും പലപ്പോഴും നമ്മൾ നന്ദി പറയാൻ മറന്നു പോകാറില്ലേ? ഈശോയുടെ സ്നേഹം നമ്മെ പരിപൂർണമായ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്ന സ്നേഹമാണ്. എന്നാൽ ആ സൗഖ്യം ലഭിക്കുമ്പോൾ ഈശോയ്ക്ക് നന്ദി പറയാനായിട്ട് ഈ സുവിശേഷത്തിൽ കാണുന്നത് ഒരുവൻ മാത്രമേ തിരിച്ചു വരുന്നുള്ളൂ. ഇത് വികാരുണ്യ ആരാധനയിരുന്നുകൊണ്ട് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ ഞാൻ മറന്നുപോയ നിമിഷങ്ങൾ ഏതൊക്കെ? എത്രയോ അനുഗ്രഹങ്ങളാണ് ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ നൽകിയത്. ഈ ദിവ്യകാര്യത്തിൽ ഇരുന്നുകൊണ്ട് ഈശോ നമ്മോട് ചോദിക്കുകയാണ്, ഞാൻ നിൻ്റെ ജീവിതത്തിലേക്ക് വർഷിക്കുന്ന നന്മകൾക്ക് നന്ദിയോടെ തിരിച്ചു വരാനായിട്ട് നീ ശ്രമിച്ചിട്ടുണ്ടോ എന്ന്. എത്രയോ അനുഗ്രഹങ്ങളാണ് തമ്പുരാൻ അനുദിന ജീവിതത്തിൽ നമുക്ക് നൽകുന്നത്. ഈശോയുടെ ഈ വാക്കുകൾക്ക്
നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ അർത്ഥം നൽകിയേ മതിയാവുകയുള്ളൂ. ഇന്ന് നമ്മൾ തീരുമാനമെടുക്കേണ്ട ഒരു കാര്യം ഇതാണ്: എൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവനായിരിക്കും, അല്ലെങ്കിൽ നന്ദിയുള്ളവളായിരിക്കും എന്നുള്ളതാണ്. തമ്പുരാന് നന്ദി പറഞ്ഞേ മതിയാവുകയുള്ളൂ. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നമുക്കൊരു സഹായം ചെയ്തു തരുമ്പോൾ നമ്മളെക്കാൾ ഇച്ചിരിയൊക്കെ മുതിർന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ, ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരാണെങ്കിൽ താങ്ക് യു ഭയങ്കര ബഹുമാനത്തോടെ ആദരവോടെ നന്ദി പറയും. ആ സമയത്ത് ഒരു കുഞ്ഞു കൊച്ചാണ് നമ്മളെ സഹായിക്കുന്നതെങ്കിൽ ചിലപ്പം അവർക്കൊരു മാതൃക കൊടുക്കാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ നന്ദി പറയും. ആ രണ്ട് ഭാവവും വിട്ടിട്ട് ഹൃദയത്തിൽ നിന്നൊരു നന്ദി, അവരെ അനുഗ്രഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഹൃദയപൂർവ്വം ഒരു നന്ദി പറയാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര നാൾ നമുക്ക് സാധിച്ചിട്ടുണ്ട്? ഒരു ഹൃദയപൂർവ്വം നന്ദി പറയാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ഈഗോയോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനമാനങ്ങളോ, അല്ലെങ്കിൽ ഇതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് ചിന്തിക്കുന്നതുകൊണ്ടോ, എനിക്കിതെല്ലാം അർഹതപ്പെട്ടതാണെന്ന് ചിന്തിക്കുന്നതുകൊണ്ടോ, എന്തുകൊണ്ടോ പലപ്പോഴും നന്ദി പറയാൻ നമ്മൾ മറന്നു പോവുകയാണ്. ഈ നന്ദിയുടെ ഒരു സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എനിക്ക് നന്ദി പറയേണ്ട എന്തിനാ? എൻ്റെ അപ്പനും അമ്മയും എനിക്കിതെല്ലാം ചെയ്തു തരേണ്ടതല്ലേ എന്ന് ചിന്തിക്കുന്ന മക്കളുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ്. മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന അപ്പനും അമ്മയും, പ്രത്യേകിച്ച് അമ്മ, രണ്ടുപേരും ഒരുപോലെ അധ്വാനിക്കുകയാണ്, അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി. അങ്ങനെയുള്ള കുടുംബങ്ങൾ നമുക്കറിയാം. പക്ഷേ മക്കൾ ഒരു ചെറിയതായ രീതിയിൽ പോലും, ഒരു ചെറിയ രീതിയിൽ പോലും ഈ അപ്പനെയും അമ്മയും സഹായിക്കാതെ മൊബൈലിലും ടി വിയിലും അവരുടെ വിനോദങ്ങളിൽ മാത്രമായി ജീവിക്കുന്നവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമുക്ക് അവകാശപ്പെട്ടതാണ്. ഞങ്ങൾക്ക് അപ്പൻ ജന്മം നൽകിയതല്ലേ, അമ്മ ജന്മം നൽകിയതല്ലേ, ഇനി അവരുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങളെ പഠിപ്പിക്കുക, ഞങ്ങളെ പോറ്റുക, ഞങ്ങൾക്കെല്ലാം ചെയ്തു തരിക. ഞങ്ങൾ ഭക്ഷണം കഴിച്ചാൽ പോലും പാത്രം പോലും കഴുകി തരേണ്ട ഉത്തരവാദിത്തം എൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയ്ക്കാണെന്ന് പറയുന്ന മക്കളുടെ ഒരു ലോകത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. അപ്പം അവിടെയാണ് നന്ദിയുടെ ഒരു ഭൗതിക തലത്തിലെ നന്ദിയുടെ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലത്ത് ഒരു ദൈവിക തലത്തിലും ആത്മീയ തലത്തിലും നന്ദിയൊക്കെ മാത്രം നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്കെന്തെങ്കിലും താഴെ പോയി വീണ് കിടക്കുന്ന ഒരു സാധനം എടുത്ത് കയ്യിൽ തഴുമ്പോഴോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയ കാര്യം പറയുമ്പോൾ കിട്ടുന്നൊരു നന്ദിയെക്കുറിച്ച് നമ്മൾ സ്കൂൾ തലത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾക്ക് ജന്മം നൽകിയവരും നമ്മുടെ ഗുരുബോധരുമൊക്കെ അവരെയൊക്കെ എത്രമാത്രം നന്ദിയോടെ കരുതാനായി നമുക്ക് സാധിക്കുന്നുണ്ട്. ഈശോയിലേക്ക് നമ്മെ ചേർത്ത് നിർത്തുന്നവരെ എത്രയോ നന്ദിയോടുകൂടെ നമുക്ക് കരുതാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ജന്മം നൽകിയ അപ്പനെ അമ്മയെ നമുക്ക് നന്ദിയോടെ കരുതാൻ പറ്റുന്നില്ല എങ്കിൽ, നമുക്ക് അറിവ് പകർന്നു നൽകിയ അധ്യാപകരെ നമുക്ക് നന്ദിയോടെ ഓർക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ഇവരുടെ മുകളിൽ നിൽക്കുന്ന നല്ല തമ്പുരാനെ എങ്ങനെ നമുക്ക് നന്ദിയോടുകൂടെ സമീപിക്കാനായിട്ട് സാധിക്കും? നമ്മുടെ കണ്ണുകളെയും നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ വചനമാണത്. തൻ്റെ ഏകജാതനെ നൽകിക്കൊണ്ട് ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പിതാവിൻ്റെ കണ്ണും നിറയുന്ന ഒരു കാര്യമാണ്. സ്വജീവൻ ബലിയായി നൽകിക്കൊണ്ട്, പാപമില്ലായിരുന്നിട്ടും സകല പാപങ്ങളും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി പാടുപിഴകൾ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത് വീണ്ടും നമ്മെ ശ്രവിക്കാൻ വേണ്ടി ദിവികാരത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയുടെ വലിയൊരു വേദനയാണ് നന്ദിയില്ലാതെ പോവുക എന്ന് പറഞ്ഞത്. ഒരുപക്ഷെ നമ്മളിൽ പലരും ധാരാളം വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും അവരൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യം, നന്ദിയില്ലാത്ത കുറേ പേരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നന്ദിയില്ലാത്തവരെ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് പലരെയും. എന്തുകൊണ്ടാണ്? അവർക്ക് അർഹമല്ലാത്തതുപോലും നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ട് നമ്മളവർ നന്ദികേട് കാണിക്കുമ്പോഴാണ്, അഹങ്കാരം കാണിക്കുമ്പോഴാണ്, തൻ്റെ ഇടം കാണിക്കുമ്പോഴാണ് പലപ്പോഴും നന്ദിയില്ലാത്തവരെന്നൊക്കെ വിളിച്ചു പോവുക. നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. ഭൗതിക കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും നമ്മൾ അത്രമാത്രം നന്ദിയുള്ളവരാണ് എന്ന് പരിശോധിക്കാം.
ഒരുപക്ഷെ നമ്മുടെ കൂടെയുള്ളവരിൽ ചിലരെയൊക്കെ നമ്മളങ്ങനെ തിരിച്ചറിയുന്നുണ്ടാവും. പക്ഷേ അവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അവരെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് ചേർത്ത് നിർത്താം, ദിവ്യകാരുണ്യത്തിലേക്ക് ചേർത്ത് നിർത്താം. ഈശോയുടെ തിരുത്വത്തിൻ്റെ അഭിഷേകത്താൽ അവരെ നിറയട്ടെ. നമുക്ക് ഏറ്റവും നന്ദിയുള്ളവരായിരിക്കും ഈശോ. നമ്മുടെ ജീവിതം തന്നെ ഓർത്ത് നന്ദി പറയാം. സമയം കിട്ടുമ്പോഴൊക്കെ തമ്പുരാന് നന്ദി പറയാനായിട്ട് സാധിക്കട്ടെ. ഈ ലോകത്ത് ജീവിക്കാനായിട്ട് സാധിച്ചതിന് ജന്മം നൽകിയത് മാതാപിതാക്കളാണ്, അറിവ് നൽകിയത് അധ്യാപകരാണ്, വളർത്തുന്നത് ആത്മീയ ഗുരുക്കന്മാരാണ്. പരിശുദ്ധ കുർബാന നമ്മുടെ കയ്യിലേക്ക് നൽകുന്നത് ആത്മീയ സാന്നിധ്യമാണ്. എത്രയോ തീഷ്ണതയോടെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്, എത്രയോ തീഷ്ണതയോടെ നന്ദി പറയേണ്ടതായിട്ടുണ്ട്. നമുക്ക് ചുറ്റുവട്ടമുള്ള ഓരോ സംവിധാനങ്ങളും നമുക്കായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്നെല്ലാം നമുക്ക് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. ഈശോയെ, എൻ്റെ ജനനം മുതൽ ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിലെ ലഭിച്ചിരിക്കുന്ന സകല കാര്യങ്ങൾക്കും ഈശോയെ നന്ദി 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 നന്ദി. ഒരു വാക്കി പറഞ്ഞു തരികേണ്ട നന്ദിയല്ല. അങ്ങനെ നന്ദിയുള്ളവരാകുമ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനും, മറ്റുള്ളവരെ സ്നേഹിക്കാനും, മറ്റുള്ളവരെ അംഗീകരിക്കുവാനും, വിട്ടുകൊടുക്കുവാനും, ക്ഷമിക്കുവാനും, ചേർത്ത് നിർത്തുവാനും, കൂടെ നടക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. നന്ദിയുണ്ടാവും. പ്രാർത്ഥിക്കാം. ഒരു നന്ദിയുള്ള ഹൃദയം, ഒരു നന്ദിയുള്ള ആത്മാവ്, ഒരു നന്ദിയുള്ള മനസ്സ് എന്നിൽ സൃഷ്ടിക്കുക. അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയാക്കി എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കുറച്ച് സമയം ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നന്ദിയുടെ പ്രകരണങ്ങൾ നമുക്ക് ചൊല്ലിക്കൊണ്ടേയിരിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.